ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിൽ കൊടിസുനി അടക്കമുള്ള 16 CPM പ്രവർത്തകരെ വെറുതെ വിട്ടു. കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻ കോടതി വിധി. മേൽക്കോടതിയെ സമീപിക്കുമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി. TP കൊലക്കേസ് പ്രതികളായ കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് അടക്കമുള്ളവരെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. പ്രതികൾക്കെതിരെയുള്ള തെളിവുകളൊന്നും സാധൂകരിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് വിധിന്യായത്തിൽ ജഡ്ജി റൂബി കെ ജോസ് ചൂണ്ടിക്കാട്ടി. പട്ടാപ്പകൽ നടന്ന സംഭവത്തിൽ കൃത്യമായ സാക്ഷികളെപ്പോലും ഹാജരാക്കുന്നതിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. നിയമപരമായോ അല്ലെങ്കിൽ വസ്തുതാപരമായോ യാതൊരുവിധ അടിത്തറയുമില്ലാത്ത ദുർബലമായ തെളിവുകൾ മാത്രം ഹാജരാക്കിയതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ദയനീയമായി ഈ കേസിൽ പരാജയപ്പെട്ടത്. ഡിവൈഎസ്പിമാരായ പ്രിൻസ് എബ്രഹാം, ഷൌക്കത്ത് അലി തുടങ്ങിയവരാണ് കേസ് അന്വേഷിച്ചത്. കോടിയേരി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ നടന്ന അന്വേഷണം സംബന്ധിച്ച് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് എതിരഭിപ്രായമുണ്ടെന്ന് വിധി വന്ന ശേഷമുള്ള പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായി. സാക്ഷിമൊഴികളും തെളിവുകളും ഉണ്ടായിട്ടുകൂടി പ്രതികളെ വെറുതെ വിട്ടു എന്നും ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളെ വെറുതെ വിട്ടു എന്നുള്ളതും തികച്ചും നിരാശാജനകമാണ്. ഞാൻ ആദ്യത്തെ തന്നെ പറഞ്ഞു, അന്നത്തെ സാഹചര്യം ഈ സ്ഥലം കൊലപാതകത്തിന് തെരഞ്ഞെടുക്കാനുള്ള സാഹചര്യം, അന്നത്തെ ഭരണം, ഈ സാഹചര്യം ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് ആദ്യത്തെ പറഞ്ഞു. അന്നത്തെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. 2010 മെയ് 28 രാവിലെ ന്യൂമാഹി പെരിങ്ങാടിയിൽ വെച്ചാണ് ഈസ്റ്റ് പള്ളൂർ സ്വദേശികളായ വിജിത്ത്, ഷിനോജ് എന്നിവരെ ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊന്നത്. കേസിലെ 10ാം പ്രതി CK രജികാന്തും 12ാം പ്രതി മുഹമ്മദ് രജീസും വിചാരണയ്ക്കിടെ മരണപ്പെട്ടിരുന്നു. പ്രമാദമായ കേസിലെ വിധി വരുന്ന സാഹചര്യത്തിൽ കോടതിയിലും പരിസരത്തും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1, കണ്ണൂർ.